ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ചില വ്യക്തികളുടെ ജീവിതം കാണാം. അവരുടെ ഒരൊറ്റ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഒരു ജനതയുടെ തന്നെ തലവിധി മാറ്റിമറിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരാളുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്, ജുവൈരിയ ബിൻത് അൽ ഹാരിഥിന്റെ കഥ. ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. പറയുന്നത് മറ്റാരുമല്ല, പ്രവാചകപത്നിയായ ആയിഷ റളിയല്ലാഹുഅൻഹയാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ജുവൈരിയെപ്പറ്റി ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞത്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് ഈ കഥയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോ ആരായിരുന്നു ഈ ജുവൈരിയ? എങ്ങനെയാണ് സ്വന്തം ജനതയ്ക്ക് ഒരനുഗ്രഹമായി അവർ മാറിയത്? നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ഒന്നാം ഭാഗം, തന്റെ ജനതയ്ക്ക് ഒരു അനുഗ്രഹം. ഒരു വലിയ സംഘർഷം വരാനിരിക്കുകയാണ്. അതിനു വെറും 3 ദിവസം മുൻപ് ജുവൈരിയ ഒരു വിചിത്രമായ സ്വപ്നം കാണുന്നു. ആകാശത്ത് ഒരു ചന്ദ്രൻ ഉദിച്ചുയരുന്നു. അത് പതിയെ താഴോട്ട് വന്ന് അവരുടെ മടിയിൽ വന്ന് വീഴുന്നു. വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ ഒരു സൂചനയായിരുന്നു അത്. രണ്ടാം ഭാഗം, മദീനയ്ക്കെതിരായ ഗൂഢാലോചന. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഹിജ്റ കഴിഞ്ഞ് ഏകദേശം 5-6 വർഷങ്ങളായിട്ടേ ഉള്ളൂ. മദീന ഒരു പുതിയ സമൂഹമായി വളർന്നു വരുന്നു. പക്ഷേ മക്കയുമായി സഖ്യത്തിലുള്ള പല ഗോത്രങ്ങൾക്കും ഇതത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജുവൈരിയയുടെ ഗോത്രമായ ബനൂ മുസ്തലിഖ് മദീനയ്ക്കെതിരെ ഒരു ഗൂഢാലോചന നടത്താൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ ഗൂഢാലോചനയുടെ പിന്നിലെ പ്രധാന കാരണം? മദീന അപ്രതീക്ഷിതമായി ആക്രമിച്ച് അവിടുത്തെ സമ്പത്ത് പിടിച്ചെടുക്കുക. മക്കയിലെ ശത്രുക്കളുടെ പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയെപ്പറ്റിയുള്ള വിവരം മദീനയിലെത്തി. പ്രവാചകൻ ഇതിനോട് പ്രതികരിച്ചത് വളരെ ശ്രദ്ധേയമായ രീതിയിലായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു നടപടിയും എടുത്തില്ല. ആദ്യം ഈ വാർത്ത സത്യമാണോ എന്നറിയാൻ ബുറൈദ എന്ന ഒരു സഹാബിയെ അങ്ങോട്ടേക്കയച്ചു. അദ്ദേഹം തിരിച്ചുവന്ന് ഗൂഢാലോചന ശരിയാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ ഒരു വലിയ യുദ്ധവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചു. മൂന്നാം ഭാഗം, ചങ്ങലയിലായ രാജകുമാരി. അങ്ങനെ മുസ്ലിം സൈന്യം ബനൂ മുസ്തലീഖ് ഗോത്രത്തെ ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് സമീപിച്ചത്. അതുകൊണ്ടുതന്നെ വലിയൊരു പോരാട്ടം നടന്നില്ല. 10-ൽ താഴെ മാത്രം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ ഏറ്റുമുട്ടൽ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. പക്ഷേ ഏതൊരു സംഘർഷത്തിന്റെയും ഒരു ദുരന്തവശമുണ്ടല്ലോ, ഇവിടെയും അതുണ്ടായി. ആ ഗോത്രത്തിലെ 100-ലധികം കുടുംബങ്ങളെ, സ്ത്രീകളും കുട്ടികളുമടക്കം യുദ്ധത്തടവുകാലായി പിടികൂടി. ഒറ്റ രാത്രി കൊണ്ടാണ് ജുവൈറിയയുടെ ജീവിതം തലകീഴായി മറിഞ്ഞത്. ഒരു ഗോത്രത്തിന്റെ തലവന്റെ മകൾ, ഒരു രാജകുമാരി, ഇപ്പോൾ ഭർത്താവിനെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട് സ്വന്തം ജനതയോടൊപ്പം ഒരു യുദ്ധത്തടവുകാരിയായി മാറിയിരിക്കുന്നു. എന്നാലും ആ ഒരു അവസ്ഥയിലും അവർ തന്റെ അന്തസ്സ് കൈവിട്ടില്ല. നാലാം ഭാഗം, പ്രവാചകന്റെ വിവാഹാലോചന. ജുവൈരിയ പ്രവാചകനെ സമീപിക്കുന്നത് ഒരപേക്ഷയുമായിട്ടാണ്. തന്നെ സ്വതന്ത്രയാക്കാനുള്ള മോചനദ്രവ്യം നൽകാൻ സഹായിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ പ്രവാചകൻ മുന്നോട്ടുവെച്ചത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നിർദ്ദേശമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇതിലും നല്ലൊരു കാര്യം ചെയ്തു തരട്ടെ. ഞാൻ തന്നെ നിങ്ങളുടെ മോചനദ്രവ്യം നൽകാം, എന്നിട്ട് നിങ്ങളെ വിവാഹം കഴിക്കുകയും ചെയ്യാം. ഇതൊരു അധികാരപ്രകടനമായിരുന്നില്ല, മറിച്ച് ബഹുമാനത്തിന്റെയും ഒരു പുതിയ ബന്ധം തുടങ്ങുന്നതിന്റെയും വാഗ്ദാനമായിരുന്നു. ഈ ഒരൊറ്റ വാർത്ത അത് പരന്നപ്പോൾ സംഭവിച്ചതൊരത്ഭുതം തന്നെയായിരുന്നു. പ്രവാചകൻ അവരുടെ ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചതോടെ സഹാബാക്കൾക്ക് പിന്നെ അവരെ തടവുകാരായി കാണാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം പറയാൻ തുടങ്ങി, പ്രവാചകന്റെ ഭാര്യാബന്ധുക്കളെയാണോ നമ്മൾ തടവുകാരായി വെക്കുന്നത്? അതിന്റെ ഫലമെന്തായിരുന്നു എന്നോ? ആ നിമിഷം തന്നെ 100-ലധികം തടവുകാരായിരുന്ന കുടുംബങ്ങളെയും അവർ സ്വതന്ത്രരാക്കി. ഒരൊറ്റ വിവാഹം ഒരു ജനതയുടെ മുഴുവൻ മോചനത്തിന് കാരണമായി. ഇപ്പോ നമ്മൾക്ക് ആയിഷ റളിയല്ലാഹുവിന്റെ വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാവും, അല്ലേ? എന്തുകൊണ്ടാണ് അവർ ജുവൈരിയെ സ്വന്തം ജനതയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വിളിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതിലും വലിയൊരത്ഭുതം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മകളുടെ മോചനദ്രവ്യവുമായി ജുവൈരിയയുടെ പിതാവ് പ്രവാചകനെ കാണാൻ വന്നു. എന്നാൽ വന്ന വഴിക്ക് ഏറ്റവും നല്ല 2 ഒട്ടകങ്ങളെ അദ്ദേഹം ഒരു താഴ്വരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, താഴ്വരയിൽ നിങ്ങൾ ഒളിപ്പിച്ചുവെച്ച ആ 2 ഒട്ടകങ്ങൾ എവിടെയാണ്? ഇത് കേട്ടതും ജുവൈരിയയുടെ പിതാവ് ഞെട്ടിപ്പോയി. കാരണം അത് അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം സത്യം തിരിച്ചറിഞ്ഞു. അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 5-ാം ഭാഗം, സ്മരണയുടെ പാരമ്പര്യം. ജുവൈരിയയുടെ ജീവിതത്തിന്റെ 2ാം ഘട്ടം തുടങ്ങുന്നത് ഇവിടെയാണ്. അത് പൂർണ്ണമായും ദൈവസ്മരണയ്ക്കായി, അതായത് ദിക്റിനായി അവർ ഒഴിഞ്ഞുവെച്ചു. അവരുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറി. അവരുടെ ഈ അഗാധമായ ഭക്തിയും മണിക്കൂറുകളോളം നീളുന്ന ആരാധനയും കണ്ട പ്രവാചകൻ അവർക്കൊരു വലിയ സമ്മാനം നൽകി.
ആ നീണ്ട ആരാധനകൾക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന എന്നാൽ വളരെ ലളിതമായ ഒരു പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വളരെ ലളിതമായ വാക്കുകൾ, പക്ഷേ അതിന്റെ അർത്ഥമൊന്നു നോക്കൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം, അവന്റെ സംതൃപ്തിയോളം, സിംഹാസനത്തിന്റെ ഭാരത്തോളം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ഇത് ജുവേരിയ വഴി ലോകത്തിന് കിട്ടിയ, ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഉരുവിടുന്ന ഒരു വലിയ സമ്മാനമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഒരാളുടെ സ്വഭാവം, അവരുടെ ഒരൊറ്റ പ്രവൃത്തി, അതെത്ര വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുക. അനുരഞ്ജനത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തി എത്ര വലുതാണെന്ന് ജുവേരിയയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അതിന്റെ ശക്തിക്ക് അതിരുകളില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു.